ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷഫലങ്ങളെക്കുറിച്ചാണ്. സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരായിട്ടുള്ള ഈ വിശാഖം നക്ഷത്രക്കാരുടെ ബാല്യകാലത്ത് കുറച്ചൊക്കെ വിഷമതകളും ക്ലേശതകളും എല്ലാം കാണുമെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിത വിജയത്തിനായിക്കൊണ്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ച് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാർ. പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർക്ക് അഭിമാനശീലം വളരെയധികം കൂടുതലുള്ളതുകൊണ്ട് ആരുടെ കീഴിലും നിയന്ത്രണത്തിലും നിൽക്കാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരും കൂടിയാണ്. തുലാം രാശിയിൽ 45 നാഴികയും വൃശ്ചികം രാശിയിൽ 15 നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം. അതിൽ തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ വിശാഖം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം തന്നെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും 5ാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധാപൂർവം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു സമയങ്ങളിൽ തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. കർമ്മസ്ഥാനത്താണെങ്കിൽ ബുധൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായ സർവേശ്വരകാരകനായ ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും വിശേഷിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുന്നതിനും അനുകൂല സ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ജൂലൈ മാസത്തിൽ. കൂടാതെ ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും ശ്രേയസ്സിനുമെല്ലാം അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ വിശാഖം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ആയില്യ പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ വിശാഖം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ ആരോഗ്യപരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. നഷ്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കൂടാതെ ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന് അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും 5ാം ഭാവത്തിലാണെങ്കിലോ ശനീശ്വരൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്
ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നഷ്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ കൂടുതലും ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്.